മുനമ്പം ഭൂമിയുടെ സ്വഭാവം പരിശോധിക്കാൻ വഖഫ് ട്രൈബ്യൂണൽ ഭൂമി വഖഫാണോ ദാനം ചെയ്തതാണോ എന്നാണ് പരിശോധിക്കുന്നത്. ഇതുവരെയുള്ള രജിസ്ട്രേഷൻ രേഖകളും വഖഫ് ബോർഡ് ഉത്തരവും പരിശോധിക്കും. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ വഖഫ് ട്രൈബ്യൂണൽ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് മുനമ്പം ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട കേസ് നടക്കുന്നത്. ആദ്യ ദിവസം ഈ വഖഫ് ട്രൈബ്യൂണൽ പരിശോധിച്ചിരുന്നത് ഈ ട്രൈബ്യൂണൽ പരിശോധിച്ചിരുന്നത് ഈ ഫറൂഖ് കോളേജിന് ഈ തുഷാർ സേട്ട് വിൽപ്പന നടത്തിയ ആ ആധാരമായിരുന്നു ആദ്യ ദിവസം പരിശോധിച്ചത്. അതിന്മേൽ ഈ ഫറൂഖ് കോളേജും അതുപോലെ തന്നെ വഖഫും അവരുടെ വാദങ്ങൾ നിരത്തുകയാണ് ഉണ്ടായിരുന്നത്. ഇത് ക്രയവിക്രയം നടത്താം എന്ന് ആധാരത്തിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വഖഫ് ഭൂമിയല്ലെന്ന് ഫറൂഖ് കോളേജ് വാദിച്ചിരുന്നു. അതിന് എതിർവാദമായിരുന്നു ഈ വഖഫ് ഉന്നയിച്ചിരുന്നത്. അങ്ങനെ ആദ്യ ദിവസം അതായിരുന്നു പരിശോധിച്ചത്. എന്നാൽ ഇന്ന് മുനമ്പം ഭൂമിയുടെ സ്വഭാവം പരിശോധിക്കാനാണ് വഖഫ് ട്രൈബ്യൂണൽ ഉണ്ടായിരുന്നത്. ഈ ഭൂമി വഖഫാണോ ദാനമാണോ എന്നാണ് പ്രധാനമായും പരിശോധിച്ചിരുന്നത്. മാത്രമല്ല, മുൻപ് പറവൂർ സബ് കോടതിയും ഹൈക്കോടതിയും ഭൂമിയുടെ കൈവശാവകാശം സംബന്ധിച്ച കാര്യത്തിലാണ് തീരുമാനമെടുത്തതെന്ന് ട്രൈബ്യൂണൽ ഇന്ന് കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, ഇരു കോടതികളുടെയും വിധിയിൽ വഖഫാണോ ദാനമാണോ എന്ന കാര്യത്തിൽ വിശദമായ പരിശോധന നടന്നിരുന്നില്ല എന്നുകൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഈ നാളെ മുനമ്പം ഭൂമി വഖഫായി പ്രഖ്യാപിച്ച വഖഫ് ബോർഡിന്റെ നടപടി കൂടി പരിശോധിക്കും. അതോടൊപ്പം തന്നെ ഈ മുനമ്പത്ത് നടന്ന ഭൂമി വിൽപ്പനയുടെ രജിസ്ട്രേഷൻ നടപടികളും പരിശോധിക്കും. അതായത് ഈ ഫറൂഖ് കോളേജിന് ഈ ഭൂമി വിറ്റതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഈ വഖഫ് ട്രൈബ്യൂണലിൽ ഹാജരാക്കാൻ കോടതി ഇന്ന് പറഞ്ഞിട്ടുണ്ട്.